ഹലോ മൈ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളുടെ ഫേവറേറ്റ് ഐറ്റം ആയിട്ടുള്ള പാസ്ത ആണ് കേട്ടോ. പാസ്ത കൊടുക്കണം എന്നാൽ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഒരു പാസ്ത വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ബ്രോക്കലി പാസ്ത ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ബ്രോക്കലി നീളം ചൂടുവെള്ളത്തിൽ മുക്കിയെടുക്കണം കേട്ടോ. അതിൻ്റെ അഴുക്കൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ബ്രോക്കലിയും പിന്നെ ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ പീസ് ഇല്ലാന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ഒഴിവാക്കാം, ഒരു കുഴപ്പമില്ല. ഇത് കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് മാത്രം ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ച് വരണം. ഈ ബ്രോക്കലി ഒരു 75% എങ്കിലും വെന്ത് വരണം കേട്ടോ. കാരണം ഇത് കഴിഞ്ഞാൽ നമ്മൾ പാസ്തയ്ക്കകത്തിട്ട് വേവിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് റോസ്റ്റ് തീർക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ വേവിച്ചിട്ട് ആ വെള്ളത്തിൽ നിന്ന് മാറ്റി വെക്കുക. എന്നിട്ട് ഇതേ വെള്ളത്തിലാണ് ഇനി നമ്മൾ പാസ്ത ഇടാൻ പോകുന്നത്. പാസ്ത ഏത് ഷേപ്പിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ ഇപ്പം ഇങ്ങനത്തെ പാസ്തയാണ് എടുത്തേക്കുന്നത്. പിന്നെ ഇത് വീറ്റ് പാസ്തയാണ്, മൈദ പാസ്ത അല്ല കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബ്രോക്കലിയുടെ സ്റ്റെമ്മും അതിന് തന്നെ ഇടുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് എണ്ണയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. പാസ്ത വെന്ത് വരണം, അതേപോലെ തന്നെ ബ്രോക്കലിയുടെ സ്റ്റെമ്മും വെന്ത് വരണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവുമായിരിക്കും, ചേച്ചി എന്തിനാ ഈ ബ്രോക്കലി സ്റ്റെമ്മെന്ന്. നമ്മൾ ഉണ്ടാക്കുന്ന സോസിൽ ഈ സ്റ്റെമ്മ് ചേർത്തിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, കംപ്ലീറ്റ്ലി ഹെൽത്തിയാണ് ഇത് സംഭവം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്രോക്കലിയുടെ സ്റ്റെമ്മ് കളഞ്ഞിട്ടില്ല. ഇപ്പോൾ പാസ്ത നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ വെള്ളവും കളയുന്നില്ല കേട്ടോ, ആ വെള്ളം അങ്ങനെ തന്നെ മാറ്റി വെക്കണേ. ഇനി ചെറിയ ജാറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റെം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2 ചെറിയ വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് കുറച്ച് മാത്രം മല്ലിയില, നേരത്തെ ബോയിൽ ചെയ്ത് ബ്രോക്കലിയിൽ നിന്ന് ഒരു 5-6 ബ്രോക്കലിയും കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ പീസ്. അത് കഴിഞ്ഞ് നമ്മൾ വേവിച്ചേക്കും, നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഇല്ലേ, അതും കൂടി കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ബ്രോക്കലിയും കൂടി ചേർത്തിട്ട് കുറച്ച് കാഷ്യൂനട്ട് വെള്ളത്തിൽ നനച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്തയ്ക്ക് വേണ്ട ക്രീമി സോസ് റെഡിയായി കേട്ടോ. ഇനി നമുക്ക് പാസ്ത ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ ചൂടാക്കാൻ വെച്ച് കുറച്ച് ബട്ടർ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്രോക്കലിയും ഗ്രീൻ പീസും ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് അങ്ങിട്ട് ഇത് എന്താ പറയുക, ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി, ഒന്ന് വാടി വന്നാൽ മതി, അത്രേ ഉള്ളൂ. ഇത് നമ്മളിനി വേവിക്കുന്നൊന്നുമില്ല. അപ്പം അങ്ങനെ തന്നെ മാറ്റി വെക്കുക. അത് കഴിഞ്ഞ് സെയിം പാനിലേക്ക് കുറച്ചും കൂടി ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ ഒന്ന് മെൽട്ടായി വരുന്ന സമയത്ത് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. ഒരു 3-4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 3/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കുട്ടികൾക്ക് എരിവ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം, എന്നാൽ അത് ചേർക്കുകയാണെങ്കിൽ നല്ല മണമായിരിക്കും. പിന്നെ അതേപോലെ ഇത്രയും ചേർക്കുന്നതുകൊണ്ട് അങ്ങനെ ഭയങ്കര എരിവൊന്നും ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം ഒരു വളരെ ലൈറ്റ് എരിവേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അധികം നേരം ഇട്ട് അത് ഫ്രൈ ചെയ്യേണ്ട യാതൊരു ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മൾ പാസ്ത വേവിച്ച വെള്ളം ഇല്ലേ, ആ വെള്ളം അതിൽ നിന്ന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത്രയും ഫുൾ വെള്ളം വേണ്ട, നമുക്ക് കുറച്ച് മാത്രം നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ചൊരു 1/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും കൂടി ചേർത്തിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കണം കേട്ടോ. കാരണം പാസ്ത അധികം വെന്തിട്ടില്ല, ഒരു 75% വെന്തിട്ടുള്ളൂ. നല്ലതുപോലെ വേവിക്കണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ സോസും പാസ്തയും നന്നായിട്ട് ബ്ലെൻഡാക്കി ഇട്ടിക്കോളും. അങ്ങനെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ നോർമൽ ഗ്രേറ്റഡ് ചീസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാനിവിടെ ചീസ് സ്ലൈസസ് ചേർത്ത് കൊടുത്തു. 2 ചീസ് സ്ലൈസ് ആണ് കേട്ടോ ചേർത്തേക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട ഫ്ലേവർ ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഒരു 1/2 ടീസ്പൂൺ ഒറിഗാനോ, പിന്നെ ഒരു 1/2 ടീസ്പൂണിന് മുകളിലായിട്ട് പിസ്സ സീസണിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പിസ്സ സീസണിങ് ചേർക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര ഒരു സ്മെല്ല് വരും കേട്ടോ. അതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിഗാനോ മാത്രം ചേർത്താലും മതി, ഒറിഗാനോ കുറച്ചും കൂടി കൂടുതൽ ചേർത്താൽ മതി. അഥവാ പിസ്സ സീസണിങ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർക്കണം, നല്ല മണമായിരിക്കും. ഏറ്റവും ലാസ്റ്റിലായിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന ബ്രോക്കലിയും ഗ്രീൻ പീസും ചേർത്തിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ബ്രോക്കലി പാസ്ത റെഡിയാണ്. എൻ്റെ മോളുടെ വൺ ഓഫ് ദി ഫേവറേറ്റ് പാസ്തയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റമാണ്, നമുക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും മൈദ ചേർക്കാത്ത നല്ല ക്രീമി ആയിട്ടുള്ള ഈ പാസ്ത നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.